സുപ്രഭാതം. കേരളം കാത്തിരുന്ന വാർത്തകളിലേക്ക് സ്വാഗതം. സിന്തറ്റിക് ഡ്രഗ്സ് തുടച്ചു മാറ്റപ്പെട്ടിട്ട് കേരളത്തിൽ ഇന്നത്തേക്ക് 5 വർഷം പൂർത്തിയാകുമ്പോൾ അവസാനത്തെ ലഹരി ഉപയോക്താവായി അറിയപ്പെടുന്ന യുവാവിന് പറയാനുള്ളത് കേൾക്കാം. സത്യം പറഞ്ഞ ജീവിതത്തിൻ്റെ മൂല്യവും സാധ്യതകളും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ലഹരിയിൽ നിന്നും തിരിച്ചു വരാൻ എന്നെ സഹായിച്ച ഈ ജനാധിപത്യ സംവിധാനത്തോട് എന്നും എൻ്റെ സ്നേഹവും എൻ്റെ കടപ്പാടും സേവനങ്ങളും ഉണ്ടാവും. സന്തോഷം. നല്ല വാർത്തയായിരുന്നു. വറുതിക്കാലത്ത് വന്യജീവികൾക്ക് കാട്ടിൽ ഭക്ഷണം നൽകുന്ന പദ്ധതി വിജയകരം. ഈ പദ്ധതി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് വയനാട്ടിലെ കർഷകർക്കാണ്. കർഷകരുടെ വിശേഷങ്ങളിലേക്ക്. വലിയ ഉപകാരമായി. ഒരേ സമയം നമുക്കും വന്യജീവികൾക്കും ഈ ഭക്ഷണം വെള്ളം കിട്ടാത്തതുകൊണ്ടായിരുന്നു മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങിയത്. നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കി പരിഹാരം കണ്ടപ്പോൾ എല്ലാം ശരിയായി. ഇപ്പം നല്ല വളവുമുണ്ട്, സമാധാനമുണ്ട്. പുതിയ സർക്കാർ എങ്ങനെ ഇത്ര കുറ്റമറ്റ ഭരണം കാഴ്ചവെക്കുന്നു? അതിൻ്റെ രഹസ്യം കേൾക്കാം മുഖ്യൻ്റെ വാക്കുകളിൽ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വ്യക്തി ആരാധനയും കുടുംബവാഴ്ചയും മാറ്റി നിർത്തി വിവേകവും വിദ്യാഭ്യാസവും ഉള്ളവരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കിയതും ജനം വിജയിപ്പിച്ചതും. ഈ നിലയിൽ ഉണ്ടായി വന്ന മന്ത്രിസഭയും അതിനൊത്ത പ്രതിപക്ഷവുമാണ് ഈ ഭരണത്തിൻ്റെ വിജയത്തിന് കാരണം. കൂടുതൽ വാർത്തകൾ കാണാം വരും ദിവസങ്ങളിൽ. എല്ലാവർക്കും ശുഭദിനം.